അനാലിസിസ് ഓഫ് പൈപ്പ് നെറ്റ്വർക്ക് മൊഡ്യൂൾ 6-ലെ 3rd ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് ഇനി നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്യാനുള്ളത്. യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് 20 മാർക്കിന് നമുക്ക് ഡയറക്റ്റ്ലി ഡിസൈനിങ് പ്രോബ്ലം ചോദിക്കുന്ന ഒരു സെക്ഷനാണ് ഈ അനാലിസിസ് ഓഫ് പൈപ്പ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പ്രോബ്ലം ഡയറക്റ്റ്ലി ചോദിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു മെത്തേഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ചോദിക്കാറുണ്ട്. ഈ അനാലിസിസ് ഓഫ് പൈപ്പ് നെറ്റ്വർക്ക് എന്ന് പറയുന്നതിൽ 2 മെത്തേഡ്സാണ് നമുക്ക് ആക്ച്വലി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹാർഡി ക്രോസ് മെത്തേഡും ഇക്വാലൻ്റ് പൈപ്പ് മെത്തേഡ് എന്ന് പറയുന്ന 2 പൈപ്പ് നെറ്റ്വർക്ക് അനാലിസിസ് പ്രോസസ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 2 മെത്തേഡിൻ്റെയും തിയറി അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ 2 മെത്തേഡിൻ്റെയും പൈപ്പ് നെറ്റ്വർക്ക് അനാലിസിസ് പ്രോബ്ലവും ചോദിക്കാറുണ്ട്. അതിൽ ഹാർഡി ക്രോസ് മെത്തേഡിൻ്റെ പ്രോബ്ലമാണ് 20 മാർക്കിനൊക്കെ ചോദിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ എന്തായാലും നമ്മൾ ഇനിയുള്ള ഈ ഒരു സെക്ഷനിൽ നിന്നും ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ അനാലിസിസ് ഓഫ് പൈപ്പ് നെറ്റ്വർക്കിൻ്റെ ബേസിക് കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ജനറലി 2 കണ്ടീഷൻസാണ് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ദി ആൽജിബ്രിക് സം ഓഫ് പ്രഷർ ഡ്രോപ്പ് അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് മസ്റ്റ് ബി 0. ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള പ്രഷർ ഡ്രോപ്പിൻ്റെ ആൽജിബ്രിക് സം എപ്പോഴും 0 ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് പ്രഷറിൻ്റെ കേസിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാകാൻ പാടില്ല എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഒരു ആൽജിബ്രിക് സം ഓഫ് പ്രഷർ ഡ്രോപ്പ് അറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് മസ്റ്റ് ബി 0 എന്ന് പറയുമ്പോൾ ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പൈപ്പ് നെറ്റ്വർക്കാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. സോ അതിലൊരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് അറൗണ്ട് ആയിട്ടുള്ള പ്രഷർ ഡ്രോപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അതിൻ്റെ ആൽജിബ്രിക് സം 0 ആയിരിക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ഫ്ലോ എൻറ്ററിങ് എ ജംഗ്ഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ദ ഫ്ലോ ലിവിങ് ദി ജംഗ്ഷൻ. ദാറ്റ് ഈസ് ലോ ഓഫ് കണ്ടിന്യൂറ്റി മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. അതായത് ഒരു പെർട്ടിക്കുലർ ജംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ജംഗ്ഷനിലേക്ക് എത്തുന്ന വെള്ളത്തിൻ്റെ എമൗണ്ടും അതുപോലെ തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ എമൗണ്ടും ഈക്വൽ ആയിരിക്കണം. ജസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ ജംഗ്ഷനിൽ 10 ലിറ്റർ വെള്ളമാണ് എത്തുന്നതെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒരു അസംഷൻ പറയുകയാണ്, ആ 10 ലിറ്റർ എമൗണ്ട് ആ ജംഗ്ഷനിൽ നിന്നും കവറായിട്ട് പോകണം. മേ ബി ആ ജംഗ്ഷനിൽ നിന്നും പല ഡയറക്ഷനിലേക്കായിരിക്കും ഡൈവേർട്ടായിട്ട് പോകുന്നത്. പക്ഷേ ആ ജംഗ്ഷനിൽ എത്തുന്ന വെള്ളം എത്രയാണോ അത്രയും ക്വാണ്ടിറ്റി പുറത്തേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം എന്നാണ് നമ്മുടെ കണ്ടീഷൻ പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് സിംപിളി നമുക്ക് ലോജിക്കലി ആലോചിച്ചാൽ മനസ്സിലാവും, ആ ഒരു ജംഗ്ഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജോ ലോസ്റ്റോ തെഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ അനാലിസിസിൽ നമ്മൾ പറയുന്ന ഒരു കണ്ടീഷൻ പ്രകാരം ഒരു ജംഗ്ഷനിൽ എത്തുന്ന വെള്ളം എത്രയാണോ അത് അതേ എമൗണ്ട് ആ ജംഗ്ഷനിൽ നിന്നും നെക്സ്റ്റ് യൂണിറ്റിലേക്ക് പാസ് ചെയ്യണം. അതായത് ലോ ഓഫ് കണ്ടിന്യൂറ്റി സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളതാണ് ബേസിക് കണ്ടീഷൻ. സോ ഇത് രണ്ടുമാണ് നമ്മുടെ അനാലിസിസ് ഓഫ് പൈപ്പ് നെറ്റ്വർക്കിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് മെത്തേഡാണ്. ഞാൻ ആൾറെഡി പറഞ്ഞതിലെ ആദ്യത്തെ മെത്തേഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഹാർഡി ക്രോസ് മെത്തേഡ്. ഹാർഡി ക്രോസ് മെത്തേഡ് ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സെക്ഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കതിൻ്റെ പ്രൊസീജിയർ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഈ ഒരു പ്രൊസീജിയർ വൈസ് ആണ് നമ്മൾ ഇതിൽ വരുന്ന പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രൊസീജിയർ അതിൻ്റെ ഓർഡർ വൈസ് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എക്സാമിനേഷന് ചോദിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. സെലക്ട് സെപ്പറേറ്റ് സർക്യൂട്ട് ആൻഡ് അസ്യൂം എനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലോ സച്ച് ദാറ്റ് ഫ്ലോ എൻറ്ററിങ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ഫ്ലോ ലിവിങ് ദ ജംഗ്ഷൻ. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ പറഞ്ഞിരുന്നൊരു കണ്ടീഷൻ തന്നെയാണ് ഇത്. അതായത് നമ്മൾ സർക്യൂട്ട്സ് സെപ്പറേറ്റ് കൺസിഡർ ചെയ്തിട്ട് അതിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജംഗ്ഷനിൽ എത്തുന്ന വെള്ളം ആ ജംഗ്ഷനിൽ നിന്ന് പോകുന്ന വെള്ളത്തിനും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന കൺസിഡറേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ട് ദി ഹെഡ് ലോസ് ഇൻ ഈച്ച് പൈപ്പ് കൺസിഡറിങ് ക്ലോക്ക് വൈസ് ഫ്ലോ ആസ് പോസിറ്റീവ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഫ്ലോ ആസ് നെഗറ്റീവ്.
നമ്മളൊരു പൈപ്പ് നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ അതിലെ പോകുന്ന ഫ്ലോയുടെ ഡയറക്ഷൻ അനുസരിച്ച് അതിനൊരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് സിമ്പിൾ അതിന് കൊടുക്കുന്നുണ്ട്. ക്ലോക്ക് വൈസ് ഫ്ലോയ്ക്ക് നമ്മൾ പോസിറ്റീവായും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഫ്ലോ ആണെങ്കിൽ അതിനെ നെഗറ്റീവായിട്ടുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്കിപ്പോൾ ഒരു 10 ലിറ്റർ ക്ലോക്ക് വൈസ് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് +10 ആയിരിക്കും. സെയിം ടൈം നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു 5 ലിറ്റർ വെള്ളം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് -5 എന്നായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ആ ഡയറക്ഷൻ ചേഞ്ചിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളത് ഇതിൻ്റെ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. സോ അതാണ് നമ്മുടെ ഒരു സെക്കൻഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്, അത് മനസ്സിലാക്കുക. സോ ഇവിടെ വരുന്ന ഒരു ഇക്വേഷനാണ് നെക്സ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഹെഡ് ലോസ് ഈസ് ഈക്വൽ ടു HL വിച്ച് ഈസ് ഈക്വൽ ടു K × QA⁻x എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. HL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ലോസ് ഇൻ പൈപ്പ്, അത് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ബേസ്ഡ് ഓൺ Q. നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളത്തിൻ്റെ ഡയറക്ഷൻ ഏതാണോ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഹെഡ് ലോസിൻ്റെ സിമ്പിളിനും മാറ്റമുണ്ടായിരിക്കും. ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവ് എന്നുള്ളൊരു കൺസിഡറേഷൻ അവിടെയും വരും. QA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്യൂംഡ് ഫ്ലോ ഇൻ ലിറ്റർ പെർ സെക്കൻഡ് ഓർ ഇൻ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. QA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോ എത്രയാണോ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഫ്ലോ അതാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതർ ലിറ്റർ പെർ സെക്കൻഡ് ഓർ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, വിച്ച് ഈസ് ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ 470D⁻⁴.87 എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, സോ ആ ഒരു ഇക്വേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് L is equal to length of pipe in meters, then D is equal to diameter of pipe in meters, and X എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ലോസിൻ്റെ ഇക്വേഷനിലുള്ള X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അത് നമ്മളൊരു കോൺസ്റ്റൻറ്റ് ആണ് എന്നുള്ളൊരു അസംഷനിലാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് ഹെഡ് ലോസ് കണ്ടെത്താനുള്ള ഇക്വേഷനും അതുപോലെ തന്നെ K എന്ന് പറയുന്ന വാല്യൂ കണ്ടെത്താനുള്ള ഇക്വേഷൻ. ഇനി അതിൽ തന്നെ ഈ എക്സിൻ്റെ വാല്യൂസ്, X is equal to 1.85 using Hazen-William formula, or X is equal to 2 using Darcy-Weisbach equation. സോ എക്സിന് 2 വാല്യൂസും അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്നുകിൽ അത് 1.85 ആയിരിക്കും കൺസിഡറേഷൻ എന്ന് പറയുന്നത് യൂസിങ് ഹൈസൻ-വില്യംസ് ഫോർമുല ആണെങ്കിൽ, അതല്ലെങ്കിൽ X is equal to 2 എന്നുള്ള വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. അതെടുക്കുന്നത് നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് ഡാസി-വെയ്ബാക്ക് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മളവിടെ എടുക്കുന്ന വാല്യൂ എക്സിൻ്റേത് 2 എന്നുള്ളതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ 2 കൺസിഡറേഷൻസാണ് നമ്മളിവിടെ എക്സിൻ്റെ വാല്യൂവിൽ എടുക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടാകും. യൂസിങ് ഹൈസൻ-വില്യം ഫോർമുലയാണോ അതല്ല യൂസിങ് ഡാസി-വെയ്ബാക്ക് ഇക്വേഷനാണോ നമ്മൾ ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു അനാലിസിസ് നടത്തേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു എക്സിൻ്റെ വാല്യൂ ഏതാണ് എടുക്കുന്നത് എന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് വൺ, കമ്പ്യൂട്ട് ടോട്ടൽ ഹെഡ് ലോസ്, ദാറ്റ് ഈസ് σHL. നമ്മളിങ്ങനെ ഓരോ ജംഗ്ഷനിൽ വരുന്ന ഹെഡ് ലോസുകളും സെപ്പറേറ്റ്ലി ഈ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടോട്ടൽ സം എത്രയാണെന്നുള്ളത് എടുക്കാം. ദാറ്റ് ഈസ് σHL എന്ന് പറയുന്ന വാല്യൂ ആണ് നെക്സ്റ്റ് നമ്മൾ കണ്ടെത്തുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ട് മോഡുലസ് ഓഫ് HL ഡിവൈഡ് ബൈ QA ഫോർ ഈച്ച് പൈപ്പ് ആൻഡ് കമ്പ്യൂട്ട് σHL ബൈ QA മോഡുലസ്. നമ്മൾ ഇത്രയും വാല്യൂസ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് HLൻ്റെ വാല്യൂ അറിയാം, QAയുടെ വാല്യൂ അറിയാം. സോ അതിൻ്റെ മോഡ്, അതായത് നമുക്ക് ആ ഒരു ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വെച്ച് അതിനൊരു നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് സിമ്പിൾ കൊടുക്കുന്നുണ്ട്. സോ അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഹെഡ് ലോസ് ഡിവൈഡ് ബൈ ഫ്ലോ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മളത് കമ്പ്യൂട്ട് ചെയ്യും. അങ്ങനെ കിട്ടുന്ന വാല്യൂയുടെ സമ്മും നമ്മൾ എടുക്കും. ദാറ്റ് ഈസ് സിഗ്മ മോഡ് ഓഫ് HL ബൈ QA എന്ന് പറയുന്ന വാല്യൂവും അതിനുശേഷം നമ്മൾ കണ്ടെത്തും. ഓക്കെ, ഇത്രയും കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് കണ്ടെത്തുന്നത് പറഞ്ഞാൽ കറക്ഷൻ വാല്യൂ ആണ്. അതായത് നമ്മൾ ഈ അസ്യൂം ചെയ്യുന്ന വാല്യൂസ് എക്സാക്റ്റ് ആയിരിക്കില്ല, ഒരു അസംഷനാണ്. സോ ആ അസംഷനിൽ നമ്മൾ കറക്ഷൻ ഫാക്ടേഴ്സ് കൂടെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആക്ച്വൽ ഫ്ലോ കിട്ടുന്നത്. സോ കറക്ഷൻ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു -σHL ഡിവൈഡഡ് ബൈ X ഇൻറ്റു സിഗ്മ മോഡുലസ് ഓഫ് HL ബൈ QA.
അതാണ് കറക്ഷൻ ഡെൽറ്റ എന്ന് പറയുന്നത് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻസ് എല്ലാം നോട്ട് ചെയ്യണം. നമുക്ക് ഈ ഒരു ഓർഡർ വൈസ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. സോ ഈ ഓരോ ഇക്വേഷനും അതിൻ്റെ ഓരോ ലെറ്റേഴ്സ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ദ കറക്ഷൻ ടു ദ ഫ്ലോ ഇൻ ഈച്ച് പൈപ്പ്, കോമൺ പൈപ്പ് ടു ദ ടു ലൂപ്പ് റെസ്യൂം ബോത്ത് കറക്ഷൻസ്. നമ്മളിങ്ങനെ കണ്ടെത്തുന്ന കറക്ഷൻസ് നമ്മുടെ ഈ എല്ലാ പൈപ്പിലേക്കും അപ്ലൈ ചെയ്യണം. അതിൽ തന്നെ കോമൺ ആയിട്ട് വരുന്നൊരു പൈപ്പ് ഉണ്ടെങ്കിൽ, അതായത് ജസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു നെറ്റ്വർക്ക് എടുക്കുമ്പോൾ നമുക്ക് മെയിൻലി അല്ലെങ്കിൽ ബേസിക്കലി 2 ലൂപ്പുകളായിട്ടാണ് ഇതിനെ കിട്ടുക. കൺഫ്യൂസ്ഡ് ആവേണ്ട, നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ അങ്ങനെ 2 ലൂപ്പായി കിട്ടിക്കഴിഞ്ഞാൽ ആ 2 ലൂപ്പിലും കോമൺ ആയിട്ട് വരുന്ന ഒരു പൈപ്പ് ലൈൻ ഉണ്ടാവും. സോ ആ ഒരു പൈപ്പ് ലൈനിൽ നമ്മൾ 2 ലൂപ്പിൽ വരുന്ന കറക്ഷനും കൺസിഡർ ചെയ്യും. ബാക്കിയുള്ളതിലെല്ലാം ഇൻഡിവിജ്വലി അതിലേത് കറക്ഷനാണോ വരുന്നത് അത് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കോമൺ ആയി വരുന്ന പൈപ്പിൽ നമുക്ക് 2 ലൂപ്പിൽ വരുന്ന നെറ്റ്വർക്കിൽ വരുന്ന കറക്ഷനും കൺസിഡർ ചെയ്യേണ്ടി വരും. സോ അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യും. ഓക്കെ. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അപ്ലൈ ദ കറക്ഷൻ ട്വൈസ് എന്നാണ്. അതായത് നമ്മളൊരു കറക്ഷൻ കണ്ടെത്തി അത് നമ്മുടെ ഈ ഒരു ഫ്ലോ വാല്യൂസിൽ ആഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു വട്ടം കൂടിയും സെയിം പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. നമ്മൾ പല ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചെയ്യുന്ന പോലെ ഒരു വട്ടം കൂടെ ഈ സെയിം മെത്തേഡിൽ നമ്മൾ സെക്കൻഡ് കറക്ഷൻ വാല്യൂ കണ്ടെത്തി അത് വീണ്ടും നമ്മുടെ ഈ ഒരു ഫ്ലോ അസ്യൂം ചെയ്ത ഫ്ലോ വാല്യൂയിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു അനാലിസിസ് ഓഫ് പൈപ്പ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന പ്രോസസ്സ് യൂസിങ് ഹാഡി-ക്രോസ് മെത്തേഡ് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ഹാഡി-ക്രോസ് മെത്തേഡിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ സർക്യൂട്ടിനെ അസ്യൂം ചെയ്തു, നമ്മൾ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം ഫ്ലോ എൻറ്ററിങ് ആൻഡ് ലിവിങ് ഈക്വൽ ആണ് എന്നുള്ളൊരു കൺസിഡറേഷനിൽ. അതിനുശേഷം നമ്മൾ ഹെഡ് ലോസ് കണ്ടെത്തുകയാണ്. അതിനുവേണ്ടി ക്ലോക്ക് വൈസിൽ വരുന്ന ഫ്ലോ പോസിറ്റീവായും ആൻറ്റി ക്ലോക്ക് വൈസ് നെഗറ്റീവായും കൺസിഡർ ചെയ്തു. ഹെഡ് ലോസ് നമ്മൾ HL = KQ(A)(x) എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടെത്തും. HL എന്താണ്, QA എന്താണെന്നുള്ള അവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ വരുന്ന K എന്ന് പറയുന്ന ഒരു വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അത് കണ്ടെത്താൻ വേണ്ടി L/450D⁻⁴.87 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കും. അതിൽ ഓരോന്നും എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ലോസിൽ വരുന്ന X എന്ന് പറയുന്ന വാല്യൂ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അതിന് 1.85 എയ്സൺ വില്യം ഫോർമുല യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 2 ഡാസി-വെയ്ബാക്ക് ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ എന്നുള്ളത് നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടോട്ടൽ ഹെഡ് ലോസ് HL കണ്ടെത്തും. അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മൾ HL/QA എന്നതിനെ മോഡ് വാല്യൂ എടുക്കും. അതായത് നെഗറ്റീവ് കൺസിഡറേഷൻ ഒഴിവാക്കിയിട്ടുള്ള വാല്യൂ എടുക്കും. ദെൻ അതിൻ്റെ ടോട്ടൽ സം എടുക്കും, HL/QA. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്ഷൻ വാല്യൂ കണ്ടെത്തും. അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഡെൽറ്റ = -HL/X × HL/QA. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പുകളിൽ ഈ ഓരോ വാല്യൂസും ആൾറെഡി കണ്ടെത്തിയത് കൊണ്ട് അത് ഡയറക്റ്റ്ലി ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കറക്ഷൻ കിട്ടും. ദെൻ നമ്മൾ നമ്മുടെ ലൂപ്പിൽ ഈ ഒരു കറക്ഷൻ വാല്യൂ അപ്ലൈ ചെയ്യും. കോമണായി വരുന്ന പൈപ്പ് 2 ലൂപ്പിലും വരുന്ന പൈപ്പ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ 2 കറക്ഷനും ആഡ് ചെയ്യും. മറ്റതിൽ ആ ഇൻഡിവിജ്വൽ പൈപ്പിൽ വരുന്ന കറക്ഷൻ മാത്രം ആഡ് ചെയ്യും. ഇത്രയും ചെയ്തതിന് ശേഷം വീണ്ടും ഒരു വട്ടം കൂടി നമ്മൾ ഈ ഒരു സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ കറക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. സോ അതാണ് നമ്മുടെ ഈ ഒരു ഡിസൈനിങ് അല്ലെങ്കിൽ അനാലിസിസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ. സോ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ഈ ഒരു ഹാഡി-ക്രോസ് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു അനാലിസിസ്, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ ചെയ്യുന്നൊരു അനാലിസിസ് ഡിസ്കസ് ചെയ്യുകയാണ് നെക്സ്റ്റ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനിങ് പ്രോബ്ലമാണിത്. യൂണിവേഴ്സിറ്റിക്ക് നേരത്തെ പറഞ്ഞ പോലെ 20 മാർക്കിന് വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു പ്രോബ്ലം. ഓക്കെ. സോ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. Determine the distribution of flow on the pipe network given using Hardy-Cross method with Darcy-Weisbach equation. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിത്ത് Darcy-Weisbach equation എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ തന്നെ നമുക്ക് എക്സിൻ്റെ വാല്യൂ എത്ര എടുക്കണം എന്നുള്ള ഐഡിയ അവിടെ കിട്ടും. ഓക്കെ. സോ ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ആ ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു നെറ്റ്വർക്ക് ഫിഗറും തന്നിട്ടുണ്ട്. ഈ ഒരു ഡാറ്റയാണ് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവുക. സോ നമുക്കിവിടെ ഒരു ലൂപ്പ് കാണാം. അതിൽ 4 ജംഗ്ഷൻ പോയിൻറ്റ്സ് കാണാം. അതിൽ ഓരോ ജംഗ്ഷനിലേക്കും എത്തുന്ന വെള്ളത്തിൻ്റെ എമൗണ്ടും കാണിച്ചിട്ടുണ്ട്. 50, 75, 25 എന്നൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഓരോ പൈപ്പ് ലൈനിലും കെയുടെ വാല്യൂവും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അതായത് കെ എന്ന് പറയുന്ന വാല്യൂ എന്താണ് എന്നുള്ളത് ഈ ഒരു പ്രോബ്ലത്തിൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കെയുടെ വാല്യൂ കണ്ടെത്തേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ബട്ട്
ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ നമ്മുടെ പ്രോബ്ലം ഇതാണ്. ഡിറ്റർമിൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്ലോ ഓൺ ദ പൈപ്പ് നെറ്റ്വർക്ക് ഗിവൺ യൂസിങ് ഹാഡി-ക്രോസ് മെത്തേഡ് വിത്ത് ഡാസി-വെയ്ബാക്ക് ഇക്വേഷൻ. സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിനൊന്ന് റീഡ്രോ ചെയ്യുകയാണ്. അതായത് നമുക്ക് ആ കിട്ടിയ ഫിഗർ അല്ലെങ്കിൽ തന്നിട്ടുള്ള ഫിഗറിന് നമ്മളൊന്ന് റീഡ്രോ ചെയ്യുകയാണ്. അതായത് നമ്മൾ ആ ഓരോ ജംഗ്ഷൻ, ഓരോ പോയിൻ്റ് അല്ലെങ്കിൽ നെയിം കൊടുത്ത് അതിൻ്റെ ഫ്ലോ ഡയറക്ഷൻ നമ്മളവിടെ നോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ആ ഓരോ ജംഗ്ഷനും ABCD എന്ന് പറയുന്ന പേര് കൊടുത്തു. അതുപോലെ തന്നെ അതിന് ശേഷം നമ്മളവിടെ ചെയ്യുന്നത് ആ ഒരു ജംഗ്ഷനിലുള്ള വെള്ളം എത്രയാണോ അവിടെ തന്നിട്ടുള്ള വെള്ളം അതിനെ നമ്മൾ അവിടെ നിന്ന് 2 ഡയറക്ഷനിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ പ്രോബ്ലം തുടങ്ങുന്നതിൻ്റെ മുമ്പ് 2 കണ്ടീഷൻസ് പറഞ്ഞു. അതിൽ പറഞ്ഞ ഒരു കണ്ടീഷനാണ് ഫ്ലോ എൻറ്ററിങ് ഈസ് ഈക്വൽ ടു ലിവിങ് എന്ന് പറയുന്നത്. അതായത് ജസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മൾ പോയിൻ്റ് A കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ 50 എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഓഫ് വാട്ടറാണ് എത്തുന്നത്. സോ അതിന് നമ്മൾ എയിൽ നിന്നും 2 ഡയറക്ഷനിലാണ് പോകുന്നത്. ദാറ്റ് ഈസ് A to Bയും അതുപോലെ തന്നെ A to D എന്ന് പറയുന്ന 2 ഡയറക്ഷനിലാണ് നമുക്ക് ആ വെള്ളം പോകുന്നത്. സോ A to B നമ്മൾ 25ഉം A to D 25 എന്ന് പറഞ്ഞ് നമ്മൾ ആ ടോട്ടൽ 50 എന്ന് പറയുന്ന വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അങ്ങനെ നമ്മൾ B എന്ന പോയിൻ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ആൾറെഡി 50 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ആ ജംഗ്ഷനിലേക്ക് വരുന്നത് അവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് എയിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്ത് 25 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കൂടി എത്തി. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ എത്രയായി? 75 എന്ന് പറയുന്ന വാല്യൂ B എന്ന് പറയുന്ന ജംഗ്ഷനിൽ എത്തി. അതുകൊണ്ട് നമ്മൾ ആ ബിയിലുള്ള ടോട്ടൽ 75നെ നെക്സ്റ്റ് 2 ഡയറക്ഷനിൽ, അതായത് B to Cയും B to Dയും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. ഞാനിവിടെ അത് കൺവീനിയൻസിൽ B to C 50 ആയിട്ടും ആൻഡ് B to D 25 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്തു. അതായത് ബിയിൽ ആൾറെഡി ഒരു 50 വന്ന് നിൽക്കുന്നുണ്ട്. ആ B50 നമ്മൾ B to Cയിലേക്കും A to B വന്ന 25നെ ബിയിൽ നിന്നും നമ്മൾ B to D എന്ന് പറയുന്ന ഡയറക്ഷനിലേക്കും കൊടുത്തു. അങ്ങനെ നമുക്ക് B എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന വെള്ളം നമ്മൾ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അല്ലെങ്കിൽ എത്രയാണോ വന്ന വെള്ളം അതിനെ നമ്മൾ അവിടെ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ D എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുക. ഡിയിലുള്ള ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ജംഗ്ഷനിൽ നിന്നും 25 എന്ന് പറയുന്ന വാല്യൂ പുറത്തേക്കാണ് പോകുന്നത്. എയും ബിയും കൺസിഡർ ചെയ്യുമ്പോൾ ആ ജംഗ്ഷനിലേക്കാണ് 50 എന്ന് പറയുന്ന വെള്ളം വന്നിരുന്നത്. പക്ഷേ ഡിയിൽ 25 എന്ന് പറയുന്ന വാല്യൂ അവിടുന്ന് പുറത്തേക്കാണ് പോകുന്നത്. സോ D എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്ന വെള്ളം എത്രയാണെന്ന് നമുക്കിപ്പോൾ കണ്ടെത്താൻ പറ്റും. കാരണം A to D 25ഉം അതുപോലെ B to D 25 എന്ന് പറയുന്ന വെള്ളമാണ് എത്തുന്നത്. സോ ടോട്ടൽ അറ്റ് D എത്തുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് എത്രയായി? 25 + 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 എന്ന് നമുക്ക് മനസ്സിലാവും. സോ അതിൽ നിന്നും 25 പുറത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളത് അവിടെ കാണിച്ചിട്ടുണ്ട് ആൾറെഡി. സോ റിമൈൻ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 25. സോ D to C എന്ന് പറയുന്ന ഡയറക്ഷനിൽ നമ്മൾ ആ 25നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ തന്നെ C എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 75 എന്ന് പറയുന്ന വാല്യൂ ആണ് പുറത്തേക്ക് പോകുന്നത് എന്ന് നമുക്ക് അറിയാം. സോ B to C നമ്മൾ ആൾറെഡി 50 ആണ് കൊടുത്തിട്ടുള്ളത്. D to C നമ്മളിപ്പോൾ ബാലൻസ് വന്ന 25ഉം കൊടുത്തിട്ടുണ്ട്. സോ ആ C എന്ന് പറയുന്ന ജംഗ്ഷനിൽ എത്തുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് അപ്പോൾ 50 + 25 ആണ്. സോ എൻ്റർ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 75 ആയി. ആ പറയുന്ന C എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ എമൗണ്ടും 75 ആണ്. മീൻസ് എൻ്റർ ചെയ്യുന്ന വെള്ളവും ലീവ് ചെയ്യുന്ന വെള്ളവും ഈക്വലായി. സോ അതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, നമുക്ക് തന്ന പ്രോബ്ലത്തിൽ 4 ജംഗ്ഷൻ പോയിന്റിൽ നിന്നും എത്തുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ലീവ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് കാണിച്ചിട്ടുണ്ട്. 2 പോയിന്റിലേക്ക് 50 എന്ന് പറയുന്ന വെള്ളം എത്തുന്നുണ്ട്. മറ്റ് 2 ജംഗ്ഷനിൽ നിന്ന് ഒരു ജംഗ്ഷനിൽ നിന്ന് 25ഉം ഒരു ജംഗ്ഷനിൽ നിന്ന് 75 എന്ന് പറയുന്ന വെള്ളവുമാണ് പോകുന്നത്. സോ നമുക്ക് ഉള്ള അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള വെള്ളത്തിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആ നെറ്റ്വർക്കിൽ നമ്മുടെ കണ്ടീഷൻ ഫ്ലോ എൻറ്ററിങ് മസ്റ്റ് ഈക്വൽ ടു ഫ്ലോ ലിവിങ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ നമ്മൾ എൻഷുർ ചെയ്തു. അതാണ് നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. സോ അത് കൺഫ്യൂസ്ഡ് ആകേണ്ട കേസില്ല. നമുക്ക് നമ്മുടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള അസംഷൻ വെച്ചിട്ട് നമുക്ക് ആ ഒരു വെള്ളത്തിൻ്റെ സ്പ്ലിറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തത്. ഡയറക്ഷൻസ് കൊടുത്തു, അതുപോലെ തന്നെ വെള്ളത്തിനെ നമ്മൾ എൻറ്ററിങ് മസ്റ്റ് ഈക്വൽ ടു ലിവിങ് എന്ന് പറയുന്ന കണ്ടീഷൻ ബേസിസിൽ നമ്മളവിടെ ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനിയാണ് നമ്മൾ അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. അനാലിസിസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ,
നമ്മൾ നേരത്തെ ഇതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം, അതായത് ലൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കിതിൽ 2 ലൂപ്പുകൾ കിട്ടി. അതായത് എ ബി ഡി എ എന്ന് പറയുന്ന ഒരു ലൂപ്പും അതുപോലെ തന്നെ ബി ഡി സി ബി അല്ലെങ്കിൽ ബി സി ഡി ബി എന്ന് പറയുന്ന ഒരു ലൂപ്പും. അങ്ങനെ 2 ലൂപ്പുകൾ നമുക്ക് കിട്ടി. ഇതിൽ കോമൺ ആയി വരുന്ന ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? ബി ഡി എന്ന് പറയുന്ന പൈപ്പ് ലൈനാണ് 2 ലൂപ്പിലും കോമൺ ആയിട്ട് വരുന്നത്, അല്ലേ? എ ബി ഡി എ അല്ലെങ്കിൽ ബി ഡി സി ബി എന്ന് പറയുമ്പോൾ 2ലും കോമൺ ആയിട്ട് വരുന്ന ബി ഡി എന്ന് പറയുന്ന പൈപ്പ് നെറ്റ്വർക്കാണ്. സോ അത് നമ്മളവിടെ നിന്ന് മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് കറക്ഷൻ ഫോർ ലൂപ്പ് എ ബി ഡി എ. സോ എ ബി ഡി എ എന്ന് പറയുന്ന ലൂപ്പാണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അതിന് വേണ്ട ഫസ്റ്റ് കറക്ഷനാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. സോ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനൊരു ടേബിളാണ് വരയ്ക്കുന്നത്. ഫസ്റ്റ് കോളം പൈപ്പ്, സെക്കൻഡ് വൺ ക്യു എ എത്രയാണോ വെള്ളത്തിൻ്റെ എമൗണ്ട്, തേർഡ് വൺ കെ എന്ന് പറയുന്ന വാല്യൂ, ഫോർത്ത് ഹെഡ് ലോസ്, ദെൻ ഫിഫ്ത്ത് വൺ മോഡുലസ് ഓഫ് എച്ച് എൽ ബൈ ക്യു എ ആൻഡ് ലാസ്റ്റ് കോളത്തിൽ കറക്റ്റഡ് ക്യൂ. ഇത്രയും എൻട്രീസ് ആണ് നമുക്ക് ഈ ഒരു ടേബിളിൽ വരുന്നത്. സോ നമുക്ക് ഈ ഒരു അനാലിസിസ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വൺ നമ്മൾ ആ പൈപ്പ് നെറ്റ്വർക്കിലുള്ള പൈപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അവിടെ ഫസ്റ്റ് കോളത്തിൽ എൻട്രി ചെയ്തിട്ടുള്ളത്. എ ബി ബി ഡി ഡി എ. നമുക്ക് ഫിഗർ നോക്കാം. എ ബി ഡി എ എന്ന് പറയുന്ന പൈപ്പ് നെറ്റ്വർക്കിൽ ഫസ്റ്റ് വൺ എ ബി എന്ന് പറയുന്ന പൈപ്പ്, സെക്കൻഡ് വൺ ബി ഡി എന്ന് പറയുന്ന പൈപ്പ് ആൻഡ് തേർഡ് വൺ ഡി എ എന്ന് പറയുന്ന പൈപ്പ്, അല്ലേ? സോ നമ്മൾ ആ പൈപ്പുകൾ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്തു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്ലോ വാല്യൂ ക്യു എ എന്ന് പറയുന്ന വാല്യൂ എത്രയാണെന്നുള്ളതാണ് നെക്സ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. എ ബി ഇസ് ഈക്വൾ ടു 25 എന്ന് നമുക്കറിയാം, അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബി ഡി ഇസ് ഈക്വൾ ടു 25 ആണ്. ദെൻ ഡി എ ഇസ് ഈക്വൾ ടു 25 ആണ്. പക്ഷേ ഡി എ എന്ന് പറയുന്ന വാല്യൂ കാണിക്കുമ്പോൾ നമ്മളവിടെ നെഗറ്റീവ് സൈൻ കാണിച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഡി ടു എ എന്ന് പറയുന്ന ഫ്ലോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായതുകൊണ്ട് നമ്മളതിനെ ആ ഒരു നെഗറ്റീവ് സിമ്പിൾ അവിടെ കാണിച്ചു. അതുപോലെ തന്നെ ബി ഡി എന്ന് പറയുന്നതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മളതൊരു കോമൺ പൈപ്പാണ് എന്നുള്ള കാര്യവും നോട്ട് ചെയ്തു. സോ ക്യു എയുടെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്ത ആ നെറ്റ്വർക്കിൽ നിന്നും നമ്മൾ എടുത്തെഴുതി. എ ബിയിൽ 25, ബി ഡിയിൽ 25, ദെൻ ഡി എ എന്ന് പറയുന്നതിൽ -25 ബിക്കോസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നുള്ള കൺസിഡറേഷൻ. നെക്സ്റ്റ് കോളത്തിൽ തേർഡ് കോളത്തിൽ നമ്മൾ എഴുതുന്നത് കെ എന്ന് പറയുന്ന വാല്യൂസാണ്. നമുക്ക് ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെ വാല്യൂ പ്രോബ്ലത്തിൽ തന്നെ തന്നിട്ടുണ്ട്. എ ബിയിൽ 2, ബി ഡിയിൽ 1, ഡി എയിൽ 2 എന്ന് വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്ക് ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും, തന്ന പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് ഓരോ വാല്യൂസ് എത്രയാണെന്നുള്ളത്. സോ ആ വാല്യൂസ് അതിന് കറസ്പോണ്ടിങ്ങിൽ നമ്മൾ ആ ടേബിളിൽ നോട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എച്ച് എൽ എന്ന് പറയുന്നത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഹെഡ് ലോസ് എച്ച് എൽ കണ്ടെത്തുകയാണ് നെക്സ്റ്റ് നമ്മുടെ ഡ്യൂട്ടി. സോ ആ ഹെഡ് ലോസ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് എന്നുള്ളത് നമ്മൾ ആൾറെഡി പ്രൊസീജിയർ പറഞ്ഞ സമയത്ത് ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ ഒന്നും കൂടെ കാണിക്കാം. അതായത് ഹെഡ് ലോസ് എച്ച് എൽ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യു എ റേസ് ടു എക്സ് എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. കെയുടെ വാല്യൂ നമുക്ക് ഓരോ പൈപ്പിനും അവിടെ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ക്യു എയുടെ വാല്യൂ നമുക്കറിയാം. എക്സ് എന്ന് പറയുന്ന വാല്യൂ 1.85 അല്ലെങ്കിൽ 2 ഏതാണോ നമ്മുടെ ഇക്വേഷൻ അല്ലെങ്കിൽ പ്രോബ്ലത്തിൽ പറയുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. സോ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡാർസി വെയ്ബാക്ക് ഇക്വേഷൻ എന്നാണ്. പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത് മെത്തേഡ് വിത്ത് ഡാർസി വെയ്ബാക്ക് ഇക്വേഷൻ എന്നാണ്. സോ ഡാർസി വെയ്ബാക്ക് ഇക്വേഷൻ ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായി? 2 എന്നുള്ളതാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഹെഡ് ലോസ്, ഈ ഓരോ പൈപ്പിലുള്ള ഹെഡ് ലോസും കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ എച്ച് എൽ ഇസ് ഈക്വൽ ടു കെ ക്യു എ റേസ് ടു എക്സ് എന്നുള്ള ഇക്വേഷനിൽ കെയുടെ വാല്യൂ കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ എടുത്തിട്ടും ദെൻ ഈ ഒരു ക്യൂയുടെ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ചെയ്യുന്നത്. സോ എ ബിയുടെ കേസിൽ ഹെഡ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെയുടെ വാല്യൂ 2 ആണ്. സോ 2 × 25 റേസ് ടു 2 എന്ന് വരും. ബിക്കോസ് എക്സിൻ്റെ വാല്യൂ 2 ആണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടതെന്ന് ഇവിടെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ നമ്മൾ ഈ ഒരു 3 പൈപ്പിലുള്ള എച്ച് എൽ വാല്യൂ കണ്ടെത്തും. അതിൽ ഡി എ എന്ന് പറയുന്ന പൈപ്പ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ പൈപ്പിലെത്തുമ്പോൾ എച്ച് എല്ലിൻ്റെ വാല്യൂ -1250 എന്നുള്ളതായിരിക്കും. ബിക്കോസ് അവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നുള്ളൊരു കൺസിഡറേഷൻ ഉണ്ട്. അങ്ങനെ എച്ച് എല്ലിൻ്റെ വാല്യൂസ് കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മൾ സിഗ്മ എച്ച് എൽ എത്രയാണെന്നുള്ളത് കണ്ടെത്തും. അത് നമ്മൾ ആ ടേബിളിൽ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ടോട്ടൽ ഈസ് ഈക്വൽ ടു 625 എന്ന് നമുക്ക് കിട്ടി. 1250 ക്യാൻസലായി പോയി. സോ ലാസ്റ്റ് നമുക്ക് റിമെയിൻ ചെയ്യുന്ന ടോട്ടൽ ഹെഡ് ലോസ് എന്ന് പറയുന്നത് 625 ആണ്. അതിനുശേഷം നമ്മൾ കണ്ടെത്തുന്നത് മോഡുലസ് ഓഫ് എച്ച് എൽ ബൈ ക്യു എ ആണ്. സോ നമുക്ക് എച്ച് എല്ലും
ക്യു എയും അറിയാം. സോ ഓരോ പൈപ്പിലും വരുന്ന HL/QAയുടെ മോഡ് വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് കണ്ടെത്തുന്നത്. സോ ഫസ്റ്റ് കേസിൽ 1250 ഡിവൈഡ് ബൈ 25 വിച്ച് ഈസ് ഈക്വൽ ടു 50 എന്ന് കിട്ടും. ബി ഡിയുടെ കേസിൽ 625/25 ദാറ്റ് ഈസ് 25 എന്ന് കിട്ടും. ആൻഡ് ലാസ്റ്റ് കേസിൽ 1250 ഡിവൈഡ് ബൈ 25 ബിക്കോസ് മോഡുലസ് ആണ്, നെഗറ്റീവ് സിമ്പിൾ ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് അതിൻ്റെ ടോട്ടൽ സെപ്പറേറ്റ് വാല്യൂസ് കിട്ടി. ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ടോട്ടലും കണ്ടെത്തുകയാണ്. ദാറ്റ് ഈസ് സിഗ്മ മോഡുലസ് ഓഫ് HL/QAയും കൂടി കണ്ടെത്തുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 125 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ലൂപ്പിൽ അല്ലെങ്കിൽ ഫസ്റ്റ് കറക്ഷൻ ഫോർ ലൂപ്പ് ABDA എന്നുള്ളത് എത്രയാണെന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ഒരു കറക്റ്റഡ് വാല്യൂസാണ് കണ്ടെത്താനുള്ളത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനുള്ളത്. അതിന് മുൻപായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു BD എന്ന് പറയുന്നത് കോമൺ പൈപ്പാണ് എന്നുള്ളത്. സോ BDയിൽ വരുന്ന കറക്ഷൻ എക്സാക്റ്റ് എത്രയാണെന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ലൂപ്പ് BCDBയുടെ കേസ് കൂടെ കൺസിഡർ ചെയ്യണം. സോ ഇതേ മെത്തേഡിൽ നമുക്ക് ഫസ്റ്റ് കറക്ഷൻ ഫോർ ലൂപ്പ് BCDB കൂടെ കണ്ടെത്താൻ സാധിക്കും. അതായത് ആ ഒരു നെറ്റ്വർക്ക് എടുക്കുമ്പോൾ നമുക്ക് നോക്കാം. സെക്കൻഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ BCDB ആണ്. BCDB. സോ അവിടെ BC അതുപോലെ CD ദെൻ DB എന്ന് പറയുന്ന 3 പൈപ്പ് നെറ്റ്വർക്ക്സ് ആണ് വരിക. സോ നമ്മളത് കൺസിഡർ ചെയ്യുമ്പോൾ BCCDDB അതിൽ DB ആണ് നമ്മൾ കോമൺ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മളവിടെ ബ്രാക്കറ്റിൽ കാണിച്ചു. ദെൻ QAയുടെ വാല്യൂ എടുക്കുമ്പോൾ BCയിൽ 50 എന്ന് നമുക്ക് കിട്ടും. CDയിൽ 25 ആണ് വാല്യൂ. പക്ഷേ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് കൺസിഡറേഷൻ ഉള്ളതുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് നമുക്ക് CDയിൽ -25 എന്നും DBയിലും -25 ബിക്കോസ് ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കൺസിഡറേഷൻ അത് നമുക്ക് എടുക്കാം. അതുപോലെ കെയുടെ വാല്യൂ പ്രോബ്ലത്തിൽ തന്നതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ BCയിൽ 4 CDയിൽ 3 DBയിൽ 1 എന്നുള്ളത് എടുക്കും. ദെൻ നമ്മൾ ABDA എന്ന് പറയുന്ന ഫസ്റ്റ് ലൂപ്പിൽ കൺസിഡർ ചെയ്ത് അതേ മെത്തേഡിൽ ഹെഡ് ലോസ് കണ്ടെത്തും. ഹെഡ് ലോസ് കണ്ടെത്തുമ്പോൾ CDയിലും DBയിലും ആ നെഗറ്റീവ് സിമ്പിൾ ഉണ്ടായിരിക്കും ബിക്കോസ് ആ ആൻറ്റി ക്ലോക്ക് വൈസ് കൺസിഡറേഷൻ. അങ്ങനെ നമുക്ക് ഹെഡ് ലോസ് കിട്ടി 10,000, 1,875 ആൻഡ് 625. ഓക്കെ, ദെൻ അതിൻ്റെ ടോട്ടൽ എത്രയാണെന്നുള്ളത് കണ്ടെത്തി. ദാറ്റ് ഈസ് ഈക്വൽ ടു 7,500 എന്നുള്ള വാല്യൂ ഹെഡ് ലോസിൻ്റെ ടോട്ടൽ എത്രയാണെന്ന് മനസ്സിലായി. അതിനുശേഷം HL/QA എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കണ്ടെത്തുകയാണ്. ദാറ്റ് ഈസ് BCയിൽ 200, CDയിൽ 75, DBയിൽ 25 എന്ന് കിട്ടി. മോഡുലസ് ആണ്, അതുകൊണ്ട് മൈനസ് സിമ്പിൾ ഉണ്ടാവില്ല. ആൻഡ് ആഫ്റ്റർ നമ്മൾ ടോട്ടൽ മോഡുലസ് ഓഫ് HL/QA എത്രയാണെന്നുള്ളത് കണ്ടെത്തി. ദാറ്റ് ഈസ് ഈക്വൽ ടു 300 എന്നും നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ലൂപ്പിലും വരുന്ന ആ ഒരു കറക്ഷൻ എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് കറക്ഷൻ ഫോർ ലൂപ്പ് BCDBയും അതുപോലെ തന്നെ ഫസ്റ്റ് കറക്ഷൻ ഫോർ ലൂപ്പ് ABDAയും എത്രയാണ് വാല്യൂ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മൾ കറക്ഷൻ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് സിഗ്മ HL ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു സിഗ്മ മോഡുലസ് ഓഫ് HL/QA എന്നുള്ളതാണ്. സോ നമുക്കതിലുള്ള എല്ലാ വാല്യൂസും നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ കറക്ഷൻ്റെ വാല്യൂ എത്രയാണ് എന്നുള്ളത് കണ്ടെത്തുകയാണ്. അതായത് ലൂപ്പ് ABDAയുടെ കേസിൽ ഡെൽറ്റ ABDA കറക്ഷൻ അറ്റ് ABDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സിഗ്മ HL എന്നാണ് പറഞ്ഞത്. മൈനസ് സിഗ്മ HL ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു സിഗ്മ മോഡുലസ് ഓഫ് HL/QA എന്നുള്ളതാണ് ഇക്വേഷൻ. സോ മൈനസ് 625 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 125 എന്ന് കിട്ടും. മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിലുള്ളതാണ്. സോ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്ഷൻ ഫോർ ABDA എന്ന് പറയുന്നത് -2.5 എന്ന് കിട്ടും. സെയിം മെത്തേഡിൽ നമ്മൾ ലൂപ്പ് BCDBയിൽ കൺസിഡർ ചെയ്യുമ്പോൾ -7,500 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 300 എന്നും എടുക്കും. അതിൻ്റെ കറക്ഷൻ അതായത് സെക്കൻഡ് ലൂപ്പിൻ്റെ കറക്ഷൻ -12.5 എന്നും കിട്ടും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റഡ് Q വാല്യൂ എത്രയാണ് എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും. അതാണ് നമ്മൾ നെക്സ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കോളത്തിൽ ഏറ്റവും ലാസ്റ്റ് കോളത്തിൽ എൻട്രി ആയിട്ട് കൊടുക്കുന്നത്. സോ AB എന്ന് പറയുന്ന പൈപ്പിൻ്റെ കേസിൽ ഫസ്റ്റ് ലൂപ്പിലെ ഫസ്റ്റ് പൈപ്പ് കണക്ഷൻ ABയുടെ കേസിൽ കറക്റ്റഡ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസ്യൂം ചെയ്ത QA വാല്യൂ എത്രയാണോ, Q അസ്യൂംഡ് എത്രയാണോ അതേ
പ്ലസ് നമ്മുടെ കറക്ഷൻ, അതാണ് നമ്മുടെ കറക്റ്റഡ് ക്യൂ എന്ന് പറയുന്നത്. സോ ക്യു എ പ്ലസ് ഡെൽറ്റ എന്നുള്ളതാണ് നമ്മുടെ കറക്ഷൻ ഇക്വേഷൻ. സോ ക്യു എയുടെ വാല്യൂ 25 ആണ്. കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൂപ്പിൻ്റെ കേസിൽ -2.5 ആണ്. സോ 25 പ്ലസ് മൈനസ് ഓഫ് 2.5 ചെയ്യുമ്പോൾ 25 - 2.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 22.5 എന്ന് നമുക്ക് വാല്യൂ കിട്ടും. സെയിം കേസ് നമ്മൾ ഡി എ എന്നുള്ളതിൽ ചെയ്യുമ്പോൾ, ഡി എ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യു എയുടെ വാല്യൂ -25 ആണ്. സോ -25 പ്ലസ് മൈനസ് ഓഫ് 2.5 എന്ന് പറയുമ്പോൾ -25 - 2.5 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -27.5 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമുക്കവിടെ ചെയ്യാനുള്ളത് ബി ഡി എന്ന് പറയുന്ന ഒരു കോമൺ പൈപ്പിൻ്റെതാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ബി ഡി, അതായത് ഫസ്റ്റ് ലൂപ്പിൻ്റെയും സെക്കൻഡ് ലൂപ്പിൻ്റെയും കറക്ഷൻ വാല്യൂ ശ്രദ്ധിക്കണം. സോ അതിന് മുമ്പായിട്ട് നമ്മൾ സെയിം മെത്തേഡിൽ സെക്കൻഡ് പൈപ്പ് നെറ്റ്വർക്കിൽ, അതായത് സെക്കൻഡ് ലൂപ്പായ ബി സി ഡി ബിയിലുള്ള ഈ ഇൻഡിവിജ്വൽ പൈപ്പിലുള്ള കറക്ഷൻസും ഇതുപോലെ തന്നെ കണ്ടെത്തുകയാണ്. ബി സി എന്ന് പറയുന്ന കേസിൽ ക്യു എയുടെ വാല്യൂ 50 ആണ്. അവിടുത്തെ കറക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -12.5 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ക്യു എ പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്നത് 50 - 12.5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 37.5 എന്ന് കിട്ടും. സി ഡിയുടെ കേസിൽ -25 - 12.5 ആയിരിക്കും വാല്യൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു -37.5 എന്നുള്ള വാല്യൂവും കിട്ടും. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് ഡി ബി എന്ന് പറയുന്ന കോമൺ പൈപ്പിൻ്റെ കേസിലാണ്. സോ ആ കോമൺ പൈപ്പിൻ്റെ കേസിൽ ക്യു ബി ഡി, അതായത് ലൂപ്പ് 1ൻ്റെ എ ബി ഡി എ എന്ന് പറയുന്ന ലൂപ്പിൻ്റെ കേസിൽ വരുന്ന കറക്ഷൻ എത്രയാണെന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നത്. സോ ആക്ച്വൽ ക്യു ബി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഫസ്റ്റ് ലൂപ്പിൻ്റെ കേസിലാണ്. ബി ഡി എന്ന് പറയുന്ന കോമൺ പൈപ്പിൽ വരുന്ന കറക്റ്റഡ് ക്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വൽ ക്യൂ ബി ഡി ഇസ് ഈക്വൽ ടു ക്യു എ പ്ലസ് ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 1 അല്ലെങ്കിൽ ഡെൽറ്റ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെൽറ്റ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലൂപ്പിൽ ഉള്ള കറക്ഷൻ, അതുപോലെ തന്നെ ഡെൽറ്റ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലൂപ്പിൽ വരുന്ന കറക്ഷൻ, അതായത് ഡെൽറ്റ എ ബി ഡി എയും ഡെൽറ്റ ബി സി ഡി ബിയും. സോ നമ്മുടെ ക്യൂ ബി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്യൂംഡ് ക്യൂ പ്ലസ് ദാറ്റ് 2 കറക്ഷൻസ്, അത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ ടോട്ടൽ കറക്റ്റഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ക്യൂ എയുടെ വാല്യൂ നമുക്കറിയാം 25 ആണ്. ക്യൂ ബി ഡിയുടെ കേസിൽ 25 പ്ലസ് -2.5 പ്ലസ് -12.5 എന്നുള്ളതാണ് നമുക്ക് വരുന്നത്. അതായത് ആ ഒരു ഡെൽറ്റ ബി സി ഡി ബി അവിടെ കാണിച്ചിട്ടുള്ള സൈഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ നമ്മുടെ 2 നെഗറ്റീവ് സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 25 പ്ലസ് -2.5 പ്ലസ് -12.5 എന്നാണ് നമ്മളവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ലൂപ്പ് എടുക്കുകയാണെങ്കിൽ, അതായത് ഫസ്റ്റ് ലൂപ്പ് എടുക്കുമ്പോൾ എ ബി ഡി എ എടുക്കുമ്പോൾ ഡി ടു ബി എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. പക്ഷേ നമ്മൾ സെക്കൻഡ് ലൂപ്പ് എടുക്കുമ്പോൾ ബി സി ഡി ബി എടുക്കുമ്പോൾ അവിടെ ഡി ടു ബി എന്നുള്ളതാണ് നമ്മുടെ ഡയറക്ഷൻ, അല്ലേ? ഫസ്റ്റ് ലൂപ്പിൽ ബി ടു ഡി ആണ് ഡയറക്ഷൻ, പക്ഷേ സെക്കൻഡ് ലൂപ്പിൽ ഡി ടു ബി ആണ് ഡയറക്ഷൻ. അതായത് ഡി ടു ബി എന്ന് പറയുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും ബി ടു ഡി എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനുമാണ്. സോ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു നെഗറ്റീവ് സിമ്പിൾ വരുന്നുണ്ട്. ആ ഒരു നെഗറ്റീവ് കൺസിഡറേഷനാണ് ഇവിടെ ഡെൽറ്റ ബി സി ഡി ബിയിൽ ഒരു നെഗറ്റീവ് കൂടെ അധികം വന്നിട്ടുള്ളത്. സോ 25 - 2.5 പ്ലസ് 12.5 എന്നായിരിക്കും നമുക്ക് വരുന്ന കാൽക്കുലേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 35 എന്ന് കിട്ടും. ഒന്നുകൂടെ പറയാം, ഡെൽറ്റ എ ബി ഡി എ എന്ന് പറയുന്ന കറക്ഷൻ, അതായത് ബി ടു ഡിയിൽ വരുന്ന കറക്ഷൻ പോസിറ്റീവാണ്, ക്ലോക്ക് വൈസ് ആണ്. സോ അതുകൊണ്ട് കിട്ടിയ ആ ഒരു കറക്ഷൻ ഡയറക്റ്റ്ലി എത്രയാണ് അതെടുത്തു. നമുക്ക് കിട്ടിയ വാല്യൂ -2.5 ആണ്. പക്ഷേ ഡെൽറ്റ ഡി ബി എന്ന് പറയുന്നത് നമുക്കത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരിക നമ്മൾ ഫസ്റ്റ് ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ. സോ അതുകൊണ്ട് നമ്മൾ അതിനൊരു അഡീഷണൽ നെഗറ്റീവ് സിമ്പിൾ, ആൻറ്റി ക്ലോക്ക് വൈസിൻ്റെ നെഗറ്റീവ് സിമ്പിൾ കൂടെ ആഡ് ചെയ്തു. നമ്മുടെ കറക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -12.5 ആണ്. അതിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് സിമ്പിൾ ഫോർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും കൂടെ ആഡ് ചെയ്തു. അങ്ങനെയാണ് നമുക്കവിടെ 2 നെഗറ്റീവ് സിമ്പിൾ വരുന്നത്. സോ നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 25 - 2.5 പ്ലസ് 12.5 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 35 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് സെക്കൻഡ് ലൂപ്പിൽ വരുന്ന കോമൺ പൈപ്പിലുള്ള വാല്യൂ ആണ്, അതായത് ഡി ബിയിൽ വരുന്നത്. ഡി ബിയിലെ ക്യു എ എന്ന് പറയുന്നത് -2.5 ആണ്. അവിടുത്തെ കറക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -12.5 ആണ്. ഫസ്റ്റ് ലൂപ്പിൻ്റെ കേസിൽ -2.5 ആണ് കറക്ഷൻ വാല്യൂ. ഓക്കെ,
സോ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ QA is equal to -2.25 പ്ലസ് ഡെൽറ്റ BCDB എന്ന് പറയുമ്പോൾ -12.5 ആണെന്ന് നമുക്കറിയാം. ദെൻ ഡെൽറ്റ ABDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2.5 ആണ്. പക്ഷേ നമ്മൾ അഡീഷണൽ ആയിട്ടൊരു നെഗറ്റീവ് സിമ്പിൾ കൂടെ വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കൺസിഡറേഷൻ തന്നെ. അതായത് സെക്കൻഡ് ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ BCDB എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് DB എന്ന് പറയുന്നതാണ് ലൂപ്പ് 2-ൽ വരുന്ന കോമൺ പൈപ്പ് അല്ലേ, DB. സോ DBയിൽ വരുന്ന കറക്ഷൻ നമ്മൾ അതുപോലെ എടുത്തു. ഫസ്റ്റ് ലൂപ്പിൽ നിന്നും വരുന്ന കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B to D ആണ്. സോ അതിന് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് അതിനൊരു നെഗറ്റീവ് സിമ്പിളും അവിടെ കൺസിഡർ ചെയ്തു. അങ്ങനെ -25 -12.5 പ്ലസ് 2.5 എന്നുള്ള ഇക്വേഷൻ കിട്ടി, വിച്ച് ഈസ് ഈക്വൽ ടു -35 എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് കറക്ഷന് വേണ്ടി ചെയ്യുന്നത്. നമ്മൾ ആദ്യം ആ ഒരു ലേഔട്ടിന് 2 ലൂപ്പായിട്ട് ജംഗ്ഷന് പേര് കൊടുത്ത് ഓരോ ജംഗ്ഷനിൽ വരുന്ന വെള്ളത്തിനെയും ഈക്വലി അല്ലെങ്കിൽ സ്യൂട്ടബിളി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു ഓരോ ജംഗ്ഷനിലെയും എൻറ്ററിങ് ആൻഡ് ലിവിങ് ഫ്ലോ വാല്യൂ ഈക്വലാക്കി എടുത്തു. അതിനുശേഷം നമ്മൾ അനാലിസിസിന് വേണ്ടി ടേബിൾ സെറ്റ് ചെയ്തു. ആ കോളങ്ങൾ ഇതാണ്: പൈപ്പ് QA, K, HL, മോഡുലസ് ഓഫ് HL/Q ആൻഡ് കറക്റ്റഡ് Q. ഇതിൽ നമ്മൾ ഒരു പൈപ്പ് നെറ്റ്വർക്ക് കൺസിഡർ ചെയ്തു. അതായത് ഫസ്റ്റ് ലൂപ്പായ ABDA കൺസിഡർ ചെയ്തു. സോ അവിടെ AB, BD, DA എന്ന് പറയുന്ന 3 പൈപ്പുകളാണ് കണ്ടെത്താനുള്ളത്. അതിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരുന്നത് നമ്മൾ നെഗറ്റീവ് സിമ്പിൾ കൊടുത്തു. എന്നിട്ട് നമ്മൾ പ്രൊസീജിയർ പ്രകാരം ഓരോ ഇക്വേഷൻസും വെച്ച് നമ്മൾ വാല്യൂസ് കണ്ടെത്തി. അതിനുശേഷം കറക്ഷൻ വാല്യൂ എത്രയാണെന്നുള്ളത് ഡെൽറ്റ ABDA കണ്ടെത്തി. കിട്ടിയ വാല്യൂവിന് നെഗറ്റീവ് സിമ്പിൾ ഉണ്ടായിരുന്നു. സെയിം പ്രൊസീജിയറിൽ സെക്കൻഡ് ലൂപ്പായ BCDBയിലെയും വാല്യൂസും കണ്ടെത്തി. അവിടെ കിട്ടിയ കറക്ഷൻ വാല്യൂ -12.5 ആണ്. എന്നിട്ട് നമ്മൾ ഇൻഡിവിജ്വലി വരുന്ന പൈപ്പ് നെറ്റ്വർക്കിൽ, അതായത് ABDA എന്ന് പറയുന്നത് ഫസ്റ്റ് ലൂപ്പിൻ്റെ കേസിലും BCCD എന്ന് പറയുന്ന സെക്കൻഡ് ലൂപ്പിൻ്റെ കേസിലും ഡയറക്റ്റ് കറക്ഷൻസ് എൻ്റർ ചെയ്തു. കോമൺ ആയിട്ട് വരുന്ന പൈപ്പ് BDയും അതുപോലെ തന്നെ DBയും, അതിൽ രണ്ടിലും നമ്മൾ 2 ലൂപ്പിലെ കറക്ഷൻ വാല്യൂസും ആഡ് ചെയ്തു. ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നു 2 ലൂപ്പും കൺസിഡർ ചെയ്യുമ്പോൾ കോമൺ പൈപ്പിൽ 2 ഡയറക്ഷനിലുള്ള ഫ്ലോയും കൺസിഡർ ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ ആ ഒരു കറക്ഷന് അതിൻ്റെ ഓപ്പോസിറ്റ് സിമ്പിൾ എടുത്തു. അങ്ങനെ നമ്മൾ രണ്ടിലും ആ 2 കറക്ഷൻസും ആഡ് ചെയ്തു. അതാണ് നമ്മൾ QBD അല്ലെങ്കിൽ QDB എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തത്. അങ്ങനെ നമുക്ക് കോമൺ പൈപ്പിൽ വരുന്ന കറക്റ്റഡ് ഫ്ലോ 35ഉം അതുപോലെ തന്നെ സെക്കൻഡ് ലൂപ്പിൻ്റെ കേസിൽ DBയിൽ -35 എന്നുള്ള വാല്യൂസും കിട്ടി. ഇത്രയും ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് കറക്ഷൻ ഫോർ ലൂപ്പ് ABDA ആണ്. ഫസ്റ്റ് കറക്ഷൻ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ സെക്കൻഡ് കറക്ഷനും ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ളൊരു മാറ്റം QA എന്ന് പറയുന്ന വാല്യൂ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ വാല്യൂ ആണ് QAക്ക് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് കറക്ഷനിൽ പ്രോബ്ലത്തിൽ തന്ന വാല്യൂസാണ്, അല്ലെങ്കിൽ പ്രോബ്ലത്തിൽ നമ്മൾ കൺസിഡർ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത് ഡിവൈഡ് ചെയ്ത വാല്യൂസാണ് നമ്മൾ ഓരോ ലൂപ്പിൽ എടുത്തിരുന്നത്. സെക്കൻഡ് കറക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ്, അതായത് ഈ 2 ടേബിളാർ കോളത്തിൽ നമ്മൾ കറക്റ്റഡ് Q എന്ന് പറഞ്ഞ് കണ്ടെത്തിയ വാല്യൂസിനെയാണ് നമ്മൾ സെക്കൻഡ് കറക്ഷന് വേണ്ടിയിട്ട് ഈ QA എന്ന് പറയുന്ന കോളത്തിൽ ഓരോ പൈപ്പ് നെറ്റ്വർക്കിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കുന്നത്. സോ ABDA എന്ന് പറയുന്ന പൈപ്പ് നെറ്റ്വർക്കിൽ ABയിൽ QAയുടെ വാല്യൂ 22.5 എന്ന് കിട്ടും, BDയിൽ 35 എന്ന് കിട്ടും, DAയിൽ നമുക്ക് -27.5 ബിക്കോസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. Kയുടെ വാല്യൂ സെയിം തന്നെ എടുക്കും. ദെൻ HL എന്ന് പറയുന്ന വാല്യൂ കണ്ടെത്തും, അതിൻ്റെ ടോട്ടൽ കണ്ടെത്തും. ദെൻ മോഡുലസ് ഓഫ് HL/QA കണ്ടെത്തും. അതിനുശേഷം നമ്മൾ കറക്ഷൻ ഡെൽറ്റ 2 അല്ലെങ്കിൽ സെക്കൻഡ് കറക്ഷൻ ഫോർ ABDA ഡെൽറ്റ ABDA2 കണ്ടെത്തും. ദാറ്റ് ഈസ് ഈക്വൽ ടു -2.685 എന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലൂപ്പിൽ BCDBയിലും സെയിം മെത്തേഡിൽ കണ്ടെത്തും. ഇവിടെയും QAയുടെ വാല്യൂ നമ്മൾ ഫസ്റ്റ് കറക്ഷൻ മെത്തേഡിൽ കണ്ടെത്തിയ കറക്റ്റഡ് വാല്യൂസാണ് എടുക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ടേബിളാർ കോളം അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഡെൽറ്റ BCDB സെക്കൻഡ് കറക്ഷൻ ഫോർ ലൂപ്പ് 2 BCDBയും കണ്ടെത്തും. അതിൻ്റെ വാല്യൂ -0.3046 എന്നാണ് നമുക്ക് കിട്ടുന്നത്. സോ അങ്ങനെ 2 കറക്ഷൻസും കിട്ടിക്കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇൻഡിവിജ്വലി വരുന്ന പൈപ്പിൽ ആ കറക്ഷൻസ് ഡയറക്റ്റ്ലി ആഡ് ചെയ്യും. കോമൺ ആയിട്ട് വരുന്ന BDയിലും DBയിലും നമ്മൾ 2 കറക്ഷൻസും കൺസിഡർ ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. QBD എന്ന് പറയുമ്പോൾ QA പ്ലസ് ഡെൽറ്റ ABDA പ്ലസ് ഡെൽറ്റ BCDB. QA എന്ന് പറയുന്നത് 35 ആണ്, പ്ലസ് -2.685 ഫസ്റ്റ് ലൂപ്പിൻ്റെ കറക്ഷൻ ആൻഡ് -0.3046 ആണ് സെക്കൻഡ് ലൂപ്പിൻ്റെ കറക്ഷൻ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഒരു -0 ആഡ് ചെയ്യും. അങ്ങനെ QBD ഈസ് ഈക്വൽ ടു 32.619 എന്ന് കിട്ടും. QDB എന്ന് പറയുന്നത് സെയിം മെത്തേഡിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ 32.619 മൈനസ് സിമ്പിളിൽ കിട്ടും. ഓക്കെ,
സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് ലൂപ്പിൻ്റെ അല്ലെങ്കിൽ സെക്കൻഡ് കറക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിൽ ചെയ്യുന്നത്. സോ ഫസ്റ്റ് കറക്ഷന് വേണ്ടിയിട്ട് നമ്മൾ നെറ്റ്വർക്കിൽ വാല്യൂസ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഫസ്റ്റ് കറക്ഷൻ കണ്ടെത്തി കിട്ടുന്ന കറക്റ്റഡ് ക്യൂ വാല്യൂസാണ് നമ്മൾ സെക്കൻഡ് കറക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ആ വാല്യൂസാണ് നമ്മൾ QA എന്ന് പറഞ്ഞ് എൻട്രി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് കറക്ഷൻ ചെയ്ത് കറക്റ്റഡ് ക്യൂ വാല്യൂസ് കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇനീഷ്യലി ഒരു ജംഗ്ഷൻ എല്ലാം മാർക്ക് ചെയ്ത് ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ മാറ്റി റീഡ്രോ ചെയ്യണം. അതായത് ഇപ്പോൾ നമുക്ക് എയിൽ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് A to B എന്ന് പറയുന്ന വാല്യൂ നമ്മൾ പ്രോബ്ലം തുടങ്ങിയപ്പോൾ 25 ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. പക്ഷേ നമ്മൾ സെക്കൻഡ് കറക്ഷൻ ചെയ്തതോടുകൂടി AB വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായി? 22.5 ആയി. സോ നമ്മൾ ആ ഫിഗർ റീഡ്രോ ചെയ്ത് നമുക്കിപ്പോൾ സെക്കൻഡ് കറക്ഷന് ശേഷം കിട്ടിയ എക്സാക്റ്റ് വാല്യൂ, സെക്കൻഡ് കറക്ഷന് ശേഷം കിട്ടിയ കറക്റ്റഡ് ക്യൂ വാല്യൂ നമ്മൾ ഇവിടെ ഈ ഓരോ പോയിന്റിലും മാർക്ക് ചെയ്ത് ഈ ഫിഗർ റീഡ്രോ ചെയ്യുന്നതോട് കൂടി മാത്രമേ നമ്മുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, സോ അതുകൂടെയാണ് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത്. ഈ ഒരു നെറ്റ്വർക്ക് സെയിം ആക്കി വരയ്ക്കുക. ദെൻ A to B സെക്കൻഡ് കറക്ഷന് ശേഷം കിട്ടിയ വാല്യൂ, B to C സെക്കൻഡ് കറക്ഷന് ശേഷം കിട്ടിയ വാല്യൂ, അങ്ങനെ ഓരോ ടൈപ്പിലെയും സെക്കൻഡ് കറക്ഷന് ശേഷം കിട്ടിയ വാല്യൂ എത്രയാണോ അത് നമ്മൾ അവിടെ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് നമുക്കതിൽ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ അതിൽ ശ്രദ്ധിക്കാനുള്ളൊരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സെക്കൻഡ് കറക്ഷൻ ചെയ്തപ്പോൾ BDയിൽ 32.619 എന്നും DB എന്ന് പറയുമ്പോൾ -32.619 എന്നും കിട്ടി. സോ നമ്മുടെ ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്കത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ആ പോസിറ്റീവായിട്ട് കിട്ടിയ വാല്യൂ എത്രയാണെന്ന് എഴുതിയാൽ മതി, ഏറ്റവും ലാസ്റ്റ്. സോ അത്രയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലം ഫൈനലൈസ് ആവുന്നത്. ഓക്കെ, ഞാനിവിടെ ആ റീഡ്രോ ചെയ്തിട്ടുള്ള ഫൈനൽ ഫിഗർ കാണിച്ചിട്ടില്ല. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രോബ്ലം ആദ്യം ആ പ്രൊസീജിയർ അതുപോലെ മനസ്സിലാക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ പ്രൊസീജിയർ വെച്ചിട്ട് നമ്മുടെ ഇക്വേഷൻസും കാര്യങ്ങളും നോട്ട് ഡൗൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഈ ഒരു ഫിഗർ ഡ്രോ ചെയ്യുക. ദെൻ നിങ്ങളൊരു നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ നോട്ട്ബുക്കിൽ ഈ ഒരു പ്രോബ്ലം നമ്മൾ റീഡ്രോ ചെയ്യുക. അതായത് ABCD എന്ന് പറയുന്ന ജംഗ്ഷൻസും അവിടെ നിന്നുള്ള സ്പ്ലിറ്റപ്പുകളും കാണിച്ചിട്ട് നമ്മൾ റീഡ്രോ ചെയ്യുക. ദെൻ ഇക്വേഷൻ വെച്ചിട്ട് നമ്മുടെ ഫസ്റ്റ് കറക്ഷൻ സെക്കൻഡ് കറക്ഷൻ കണ്ടെത്തുക. അതിനുശേഷം നമ്മുടെ എക്സാക്റ്റ് വാല്യൂ വെച്ചിട്ട് ഈ ഒരു ഫിഗർ റീഡ്രോ ചെയ്യുക. അത്രയും കാര്യങ്ങൾ ചെയ്യണം. ഇതൊരിക്കലും ഈ ഒരു വീഡിയോ കണ്ട് അതുപോലെ കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ഡയറക്റ്റ്ലി ഈ ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഇതുപോലത്തെ ഒരുപാട് പ്രോബ്ലംസ് വരുന്നുണ്ട്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോബ്ലം എക്സാക്ട്ലി ചെയ്യാനുള്ള ഐഡിയ കിട്ടൂ. എക്സ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെടുക്കുന്നത് തെറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എൻറ്റയർ അനാലിസിസ് തെറ്റും. സോ അത് വളരെ ശ്രദ്ധിച്ചെടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു കൺസിഡറേഷൻ കൂടി പറയാനുള്ളത്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് A എന്ന് പറയുന്ന പോയിന്റിൽ 50 ആണ് നമുക്കുള്ള വാല്യൂ. സോ നമ്മൾ ആ 50യെ നമുക്ക് ഏത് തരത്തിലും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ 25 എന്നാണ് ഡിവൈഡ് ചെയ്തത്. അതിന് പകരം എനിക്ക് വേണമെങ്കിൽ 40-10 എന്ന് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. പക്ഷേ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള ഒരു വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന കറക്ഷൻ വാല്യൂ വളരെ വലുതായിരിക്കും. സോ എപ്പോഴും ഒരു ആവറേജ് റേഞ്ച് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ 50 Bയിൽ പറയുന്ന 50 ആൻഡ് 25 എന്ന് ഡിവൈഡ് ചെയ്തു. അതിന് പകരം എനിക്ക് Bയിൽ നമുക്ക് ടോട്ടൽ വരുന്നത് 75 ആണ്. ആ 75നെ നമ്മൾ 25 50 എന്നാണ് ഡിവൈഡ് ചെയ്തത്. പക്ഷേ അതിന് പകരം എനിക്ക് വേണമെങ്കിൽ 60 + 15 അങ്ങനെ ഒരു സ്പ്ലിറ്റപ്പ് കൊടുക്കാം. പക്ഷേ അങ്ങനെ വലിയ ഡിഫറൻസിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കറക്ഷൻ വാല്യൂ വലുതാവും. സോ അത്തരത്തിലുള്ള അസംഷൻസിന് പകരം മാക്സിമം നിയർ ആയിട്ടുള്ള സ്പ്ലിറ്റപ്പുകൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഈ ഒരു മെത്തേഡിൽ പറയാനുള്ളത്. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിന് അത്രയും അധികം ഇമ്പോർട്ടൻ്റ് ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ പ്രൊസീജിയറും അതുപോലെ തന്നെ ഒരു പ്രോബ്ലവും ഒരുമിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കുക. ഏറ്റവും ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു റീഡ്രോ ചെയ്യുക, ആ ഒരു നെറ്റ്വർക്കിനെ റീഡ്രോ ചെയ്ത് നമുക്ക് ഫൈനലി സെക്കൻഡ് കറക്ഷന് ശേഷം കിട്ടിയ കറക്റ്റഡ് ക്യൂ വാല്യൂ കൂടെ അപ്ലൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.